നമസ്കാരം, ഞാൻ മിനി ഡൊമിനിക്. ഇന്ന് നമ്മൾ ഞാൻ ഇട്ടിരിക്കുന്ന ടോപ്പിൻ്റെ മെറ്റീരിയലിനെ കുറിച്ചിട്ടാണ് വീഡിയോ കാണിക്കുന്നത്. ഈ ഒരു പാറ്റേണിലേക്ക് ബോഡി പാർട്ട് ഇങ്ങനെ സ്ട്രൈപ്സ് ആയിട്ട് വന്നിട്ടുള്ളൊരു പാറ്റേൺ ആണ്. അപ്പോൾ അതിൻ്റെ യോക്ക് പോർഷനിലേക്ക് ഇവിടെ ഇങ്ങനെ ഒരു വി പോലെയാണ് സോഫ്റ്റ് ബോൾസും കൂടെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തത്. 3 പീസ് കട്ടിംഗ് ആണ്. ഇതിപ്പോൾ ഇങ്ങനെ കുറച്ചൊരു ബോഡി ഒന്ന് ഒതുങ്ങി കാണണം എന്ന് ഉള്ളവർക്ക് പറ്റിയിട്ടുള്ള ഒരു കട്ടിംഗ് ആണ്. ഇവിടേക്ക് ഒരു സൈഡ് കട്ടിംഗ് കൊടുത്തു. 3 പാനലാണ് മെയിൻലി സെറ്റ് ചെയ്തത്. എ ലൈനിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തത്. ഇതിനിപ്പോൾ നമുക്ക് ഇതിൻ്റെ റണ്ണിങ് മെറ്റീരിയലായിട്ട് വരുമ്പോൾ ഇതാണ് മെറ്റീരിയൽ വരുന്നത്. ഇപ്പോൾ ഇത് സാരി ആയിട്ട് 5.5 മീറ്റർ ആയിട്ടായാലും സെറ്റ് ചെയ്യാം. സാരിയും ബ്ലൗസ് ഒരേ കളർ കോഡ് സെറ്റ് ചെയ്യാൻ പാകത്തിന്. ചുമ്മാ അരികിലേക്ക് വേണമെങ്കിൽ ഒരു സ്കാലോപ്പ് കൊടുത്തിട്ട് വിത്ത് ടാസലായിട്ട് അങ്ങനെ സാരി ആയിട്ട് സെറ്റ് ചെയ്യാം. നല്ലൊരു ലെമൺ യെല്ലോ, നല്ല ഭംഗിയുള്ളൊരു ലെമൺ യെല്ലോ ആണോ ബേബി യെല്ലോ അല്ലേ, ബേബി യെല്ലോ നല്ല ഭംഗിയാണ്. ഒരു ഹൽദി അങ്ങനെയൊക്കെ വരുന്ന ടൈമിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസാണ്. ഇതിൻ്റെ പെർ മീറ്റർ വരുന്ന ജോർജറ്റാണ് ഫാബ്രിക് വരുന്നത്. 0 സൈസിൽ വരുന്ന ആ ഒരു സീക്വൻസ് ആണ് ഇതിലേക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. പെർ മീറ്റർ 650 ആണ്. പെർ മീറ്റർ 650. ഒരു ബേബി യെല്ലോ കളറ്, അതിൻ്റെ തന്നെ ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിലേക്ക് വന്നിട്ട് ഇതും ഒരു നൈറ്റ് ഫങ്ഷനൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ട് 5.5 മീറ്റർ സാരി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസാണ്. ഇതാ എൻ്റെ ആ കറക്റ്റ് ലൈനിങ്ങിലേക്ക് ഇതുപോലെ ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ജോർജറ്റാണ് ഫാബ്രിക് വരുന്നത്. ബോഡി ഹഗ്ഗിങ് ആയിട്ട് നല്ല സോഫ്റ്റ് ജോർജറ്റിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ്. നെക്സ്റ്റ് ഒരു ലെമൺ ഗ്രീൻ. ഇതും നല്ല ഭംഗിയുള്ളൊരു കളർ ടോൺ. പെർ മീറ്റർ 650. ഇതൊക്കെ വെറൈറ്റിയാണ്. ഇതിനിപ്പോൾ ഇങ്ങനെ സ്ട്രൈപ്സ് പാറ്റേണിൽ ചുരിദാർ സെറ്റ് ചെയ്താലും കട്ട് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് എത്ര ലെങ്ത് വേണമെങ്കിലും സെറ്റ് ചെയ്യാം. എല്ലാം ട്രെൻഡി കളേഴ്സാണ്. ഇതാ നല്ല കുങ്കും മെറൂൺ. ഇതിങ്ങനെ എപ്പോഴും വെഡ്ഡിങ് റിലേറ്റഡ് ആയിട്ട് ഇപ്പം ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു എൻക്വയറി വരുന്ന ഒരു കളറാണ് മെറൂൺ ഷെയ്ഡ്. ഇതൊരു ബ്ലൗസിൻ്റെ ഇപ്പോൾ ലാച്ചയാണ് സെറ്റ് ചെയ്യണമെങ്കിൽ ഇത് ബ്ലൗസായിട്ട് ചെയ്യാം. ഇതിൻ്റെ സെയിം മാച്ചിങ് ഫ്ലോറൽ ഡിസൈൻസ് ഒരു സ്കേർട്ടായിട്ട് സെറ്റ് ചെയ്യാം. ദുപ്പട്ട സെറ്റ് ചെയ്യാം. ക്രിയേറ്റീവായിട്ട് എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഇതാ നല്ല ഒരു ബ്ലൂ ഷെയ്ഡ്. ഇതിൻ്റെ പ്ലെയിൻ മെറ്റീരിയൽ അവൈലബിൾ ആണ്, ജോർജറ്റ്. ഇതൊക്കെ ഇങ്ങനെ ഈ പൗഡർ കളേഴ്സിലൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡായിട്ട് നമുക്ക് മൂവ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ്. ഇത് ബേബി ഗ്രീൻ. ഇപ്പം ഞാൻ ഇട്ടതിൻ്റെ തന്നെ ഒരു നല്ല ഒരു പൗഡർ കളറാണ് ബേബി ഗ്രീൻ. ബേബി ഗ്രീൻ ഒരു ഒലിവ് ഗ്രീനിലേക്കൊക്കെ പോകാൻ പറ്റുന്ന കളറാണ്. ഇത് നല്ലൊരു മൗ കളർ. ഇതിന് ദുപ്പട്ടയായിട്ട് സെറ്റ് ചെയ്താലും ഈ ഒരു സെയിം കളറിലേക്ക് ടോപ്പും ബോട്ടവും സെറ്റ് ചെയ്തിട്ട് ദുപ്പട്ട സെറ്റ് ചെയ്യാം. യോക്ക് നമുക്ക് ഇങ്ങനെ ഒരു ബക്കറ്റ് ഷേപ്പിലേക്കോ ഇതിൻ്റെ പ്ലെയിൻ ജോർജറ്റിലേക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്തെടുക്കാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ്. ഇതൊരു ബ്രിക്ക് ടൊമാറ്റോ ആ ഒരു കോമ്പിനേഷൻ. പെർ മീറ്റർ 650. ഇതും നല്ല കളറാണ്. ഇത് വീണ്ടും ആ ഒരു മൗ കളറ്.
എല്ലാം നമുക്ക് ട്രെൻഡായിട്ട് പോകുന്ന കളേഴ്സുകളാണ്. വൈറ്റ് ഡയബിൾ. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കളറാണ് വേണ്ടതെങ്കിൽ നമുക്ക് അതിലോട്ട് ഡൈ ചെയ്തെടുത്തിട്ട് കോംബോ പോലെ സെറ്റ് ചെയ്യാം. ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കളേഴ്സുകളെ കീപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ കാണിച്ചതെല്ലാം തന്നെ റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആണ്. ഇങ്ങനെ സ്ട്രൈപ്സ് പാറ്റേൺ വന്നിട്ട് പെർ മീറ്റർ 650, ജോർജറ്റിൽ വന്നിട്ടുള്ള ഒരു 0 സൈസിൽ വന്നിട്ടുള്ള ഒരു സീക്വൻസിൻ്റെ ത്രെഡ് വർക്കോട് കൂടി വന്നിട്ടുള്ള മെറ്റീരിയൽ. അപ്പോൾ ഇത് വേണ്ടവർ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റോറിൽ വന്ന് പർച്ചേസ് ചെയ്യാം. താങ്ക് യു. Designs, Angamali.